السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവര്, അവർ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കണ അല്ലാഹ്. അവർ ഉദ്ദേശം നീ സഫലീകരിച്ചു കൊടുക്കണ അല്ലാഹ്. നീ പോണീച്ചു കൊടുക്കണ അല്ലാഹ്. നീ പോണീച്ചു കൊടുക്കണ അല്ലാഹ്. ഈ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഇരിക്കുന്നവരുണ്ട് അല്ലാഹ്. നീ ഹാസിലാക്കി കൊടുക്കണമല്ലോ. നീ പോണീച്ചു കൊടുക്കണമല്ലോ. നീ പോണീച്ചു കൊടുക്കണമല്ലോ. അവരെ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണമല്ലോ. റഹീമീനായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളെ നീ വെറുതെയാക്കല്ലോ അല്ലാഹ്. ഞങ്ങളെ നീ വെറുതെയാക്കല്ലോ അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഞങ്ങളെ കടമാണ്, ഞങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് ദുആ വസിയ്യത്തുകൾ അറിയിച്ചവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, കടങ്ങളെല്ലാം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ രോഗികളാണ് അല്ലാഹ്. നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ, സങ്കടങ്ങളെ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവരെ ഇടങ്ങേറുകളെ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. ജീവിതത്തിൽ വലിയതായിട്ടുള്ള വിജയം കൊടുക്കണം അല്ലാഹ്. നീ വിജയം കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരെ നീ കൊയക്കല്ല റബ്ബേ, കൊയക്കല്ല റബ്ബേ, കൊയക്കല്ല നാഥാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലാഹുവേ, അല്ലാഹു ഇസ്സത്ത് കൊടുക്കണം അല്ലാഹ്, അഭിമാനം കൊടുക്കണം അല്ലാഹ്. അവരെ സകലമായ കാര്യങ്ങളിലും അല്ലാഹുവേ ഈ ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണം അല്ലാഹ്. ഈ മജ്ലിസിന് ഹൃദയത്തോട് ചേർത്ത് ഇഷ്ടം വെക്കുന്നവർ, ഇതിന്റെ മുഹിബ്ബീങ്ങൾ, ഇതിന്റെ ഹാദിമീങ്ങൾ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുണ്ട്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന മജ്ലിസാണ്. ഒരു സമയത്തല്ലെങ്കിലും പല സമയങ്ങളിൽ
സമയങ്ങളിലായിട്ട് ആയിരങ്ങൾ പങ്കെടുക്കുന്ന വലിയ മജ്‌ലിസാണ്. ആമീൻ പറയുന്നവര് നമ്മുടെ ആ ദുആയിലൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. കാരണം 40 ആളുകൾ സംഗമിക്കുന്ന മജ്‌ലിസിൽ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരാളുണ്ട്. അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരാളുണ്ടാകും, ഉത്തരം ലഭിക്കുന്ന ഒരാളുണ്ട്. അല്ലാഹുവേ ഈ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെല്ലാം നീ സ്വീകരിക്കണം അല്ലാഹ്, സ്വീകരിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട റബീഉൽ ആഖിർ മാസത്തിലെ 9ാമത്തെ പകലിലാണ് നിങ്ങളെ. അതാണെങ്കിലോ വെള്ളിയാഴ്ച ദിവസത്തിനും രാവിലേക്കും വലിയ മഹത്തുണ്ട്. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന രാവുകളിൽപ്പെട്ട രാവാണ് വെള്ളിയാഴ്ച രാവ്. ദുആക്ക് വലിയ ഇജാബത്തുള്ള രാവാണ്. ആ രാവിലാണ് നിങ്ങളെ ഞാനും നിങ്ങളും ഈ സയ്യിദിയ മജ്‌ലിസിൽ ഈ പ്രഭാത സമയത്ത് ഒരുമിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ സ്വീകരിക്കണം അല്ലാഹ്, നീ കബൂലാക്കണേ തമ്പുരാനെ. ഈ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ മാസം തുടങ്ങുമ്പോഴൊക്കെ പറഞ്ഞതാണ്. മഹാനായ മുഹിയദ്ദീൻ തങ്ങളുടെ മാസമാണ് മുഅ്മിനീങ്ങളെ ഈ ഒരു മാസം. റബീഉൽ ആഖിർ മാസം അവിടുത്തെ വഫാത്ത് നടന്ന മാസമാണ്. ഇത് മുഹിയദ്ദീൻ തങ്ങളുടെ മാസമാണ്. ധാരാളമായിട്ട് ഖുതുബിയ്യത്തുകൾ ചൊല്ലേണ്ട മാസമാണ്. എല്ലാവരും വീട്ടിൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ മജ്‌ലിസിലൊക്കെ പറഞ്ഞതുപോലെ എല്ലാവരുടെ വീട്ടിലും ഒരു ഖുതുബിയ്യത്ത് നമ്മൾ സംഘടിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും, നിങ്ങളെ ഇടങ്ങേറുകൾ മാറും, ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാകും, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, നമ്മളെ മക്കളിൽ വലിയ ബർക്കത്തുണ്ടാവും, അവരെ ജോലിയിലൊക്കെ ബർക്കത്തുണ്ടാകും. എത്ര ആളുകളാണോ കഴിക്കുന്നത് വീടുകളിൽ ഖുതുബിയ്യത്തുകൾ കഴിക്കുന്നവർ അല്ലാഹുവേ സ്വീകരിക്കണം അല്ലാഹ്. മഹാനായ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ. ആരാണ് മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ? മജ്‌ലിസിൽ പറഞ്ഞതാണ്, ഔലിയാക്കളുടെ നേതാവാണ് മഹാനായ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ. ഒരിക്കൽ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ അതാ മദീനയിലേക്ക് പോകുകയാണ്. മദീന പട്ടണത്തിലേക്ക് ചെന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റൗള ശരീഫിൽ ചാരയെത്തിയപ്പോൾ മഹാനായ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ അവിടുന്ന് പറയുകയാണ് ഹബീബായ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങേക്ക് വേണ്ടി ധാരാളം സ്വലാത്തുകൾ അങ്ങ് അകലെ നിന്നും ബഗ്ദാദിൽ നിന്നും ഞാൻ ചൊല്ലിയതാണ്, ധാരാളം സ്വലാത്തുകൾ ചൊല്ലിയതാണ്. ഇന്നിതാ അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്കൊരു കാര്യമാണ് അങ്ങയോട് ചോദിക്കാനുള്ളത്, എനിക്കൊരു റിക്വസ്റ്റാണ് അങ്ങയോട് നടത്താനുള്ളത്. എന്തെന്നറിയോ മഹാനവറുകൾ പറയുകയാണ്, എനിക്കൊന്ന് അങ്ങയുടെ കയ്യിൽ നിന്ന് ചുംബിക്കണം. ഒന്നുമില്ല, ഞാൻ ബഗ്ദാദിലിരുന്നു കൊണ്ട് അങ്ങ് അകലെ നിന്നുകൊണ്ട് ഹബീബായ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചെല്ലുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പാവപ്പെട്ട ഒരു അടിമയാണ് ഞാൻ. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ. നബിയോട് പറയാണ്, നബിയേ, എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളൂ, എനിക്കൊരു കാര്യമേ അങ്ങയോട് ചോദിക്കാനുള്ളൂ. അങ്ങയുടെ കയ്യിൽ നിന്ന് എനിക്ക് തരണേ, എനിക്കൊന്ന് ചുംബിക്കാനാണ്. മുത്തുനബി മഹാനായ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾക്ക് കയ്യങ്ങ് ഉയർത്തി കൊടുക്കണം. നിങ്ങൾ നോക്കി, പവർ നോക്കി, സ്വലാത്തിന്റെ പവർ നോക്കി നിങ്ങൾ. മഹാനവറുകൾ ആ കൈകളിൽ മുത്തി ചുംബിക്കുകയാണ് മഹാനായ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ. അതാണ് മഹാനായ മുഹിയദ്ദീൻ ശൈഖ് തങ്ങൾ. വല്ലാ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്ക്കൂടാമുത്തീരം നൽകും ഞാനെന്നോർ. കുപ്പിലകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിന്നോടെ കൽപകമെന്നോവർ. മാനവരുടെ ബൈത്താണത്.
മുഹിയുദ്ദീൻ മാലയിലെ ചില വരികളാണ്. കോയിയുടെ മുള്ളോട് കൂവന്ന് ചെന്നാരെ കൂവാതെ കൂകി പറപ്പിച്ച് വിട്ടോവാർ. ദറസിങ്ങനെ നടത്തുന്ന സമയത്ത് ഒരു കുട്ടിയെ ദറസിലേക്ക് ഒരു ഉമ്മയാക്കിയ സമയത്ത് മഹാനവറുകൾ ഒരിക്കൽ കുട്ടിയെ കാണാമെന്ന സമയത്ത് മഹാനവറുകൾ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങള് കോഴി ഇങ്ങനെ കടിക്കുകയാണ്, കോഴി ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പൊ ഉമ്മ എന്താ ഇത് കുട്ടിയുടെ അടുത്ത് പോയപ്പോ കുട്ടിയാണെങ്കിൽ ഉണക്ക റൊട്ടി കഴിക്കുകയാണ്. ഉമ്മാക്ക് സങ്കടായി. കാരണം എന്റെ മകൻ ഉണക്ക റൊട്ടി കഴിക്കാണ്. ഉസ്താദാണെങ്കിലോ നല്ല കോഴി അടിക്കുകയാണ്. അപ്പോൾ ഉമ്മ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെടുത്ത് വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്. എന്റെ മകൻ ഉസ്താദേ, എന്റെ മകൻ റൊട്ടിയാണ് കഴിക്കുന്നത്, അങ്ങാണെങ്കിലോ കോഴി കഴിക്കുകയാണ്. സങ്കടമുണ്ട്, വല്ലാത്ത സങ്കടമുണ്ട്. അപ്പൊ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളത് കേട്ടപ്പോൾ കഴിച്ച കോഴിയുടെ മുള്ള് എല്ലാം ഒന്ന് കൂട്ടി വെച്ചിട്ട് കോഴിയോട് പറക്കാൻ പറയാണ്. പറന്നോ. കോഴിയൊരു ആ മുള്ളെല്ലാം കൂടിയിട്ടൊരു കോഴിയായി. കോഴിയുണ്ട് പറന്നിന് നിങ്ങളെ പറന്നുകൊണ്ട് പോയി. കോഴി അങ്ങ് പറന്നുപോയി. അപ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളെ മകൻക്ക് കഴിയോ? നെട്ടിപ്പോയി. ഉമ്മക്ക് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ മഹാനവറുകൾ പറയാണ്, ഇത്ര വലിയ ദർജയിലെത്തുമ്പോൾ നിങ്ങളുടെ മകനും ഇതുപോലെ കഴിക്കാൻ കഴിയും. ഇത്രയും വലിയ പവറാണ് നിങ്ങളെ മഹാനവറുകൾക്ക്. നിങ്ങൾ ഏതു ഭാഗത്തു നിന്ന് മഹാനവറുകളെ വിളിച്ചാൽ, ഒരു കാര്യം വിചാരിച്ച് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ആ കാര്യം നിറവേറും. ഈ മാസത്തിലാണെങ്കിലോ നിങ്ങൾ വിളിക്കണം. ധാരാളമായിട്ട് ഖുതുബിയത്തിന്റെ വേദി എവിടെ ഉണ്ടോ, ചെറുപ്പക്കാരൊക്കെ നല്ല ആവേശമാണ്. ഖുതുബിയത്തിന്റെ വേദികളിൽ പങ്കെടുക്കാൻ അവർക്കറിയാം, അവരെ ജോലി റെഡിയാവും. എത്രയോ ഞാൻ ഈ അടുത്ത് ഒരു ഖുതുബിയത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുത്ത സമയത്ത് എത്ര ചെറുപ്പക്കാരാണ്, യുവാക്കൾ ചെറുക്കുള്ള യുവാക്കൾ. നമ്മൾ വെറുതെ പറയാണ് അവർ ലഹരിയുടെ പിന്നിലാണ്. അവർക്ക് ഇതാണില്ല. മഹാന്മാരുടെ ഹദ്റത്തിൽ പോയി ഇങ്ങനെയുള്ള ഖുതുബിയത്തിന്റെ മജ്‌ലിസിൽ പോയി പങ്കെടുക്കുക, മൗലിദിന്റെ മജ്‌ലിസിൽ പോയി പങ്കെടുക്കുക. ഇതൊരു ലഹരിയായി മാറ്റിയാൽ പിന്നെ അവര് വിജയിച്ചു. അവർക്ക് ജോലി ഉള്ളവരാണ്, അവര് നല്ല സാലറി വാങ്ങുന്നവരാണ്. അവർക്കറിയാം മഹാന്മാരാണ് ഞങ്ങളെ കാവല്. ഇത്രയും ചെറുപ്പക്കാർ നല്ല ഉഷറുള്ള, നല്ല ചുറുചുറുക്കുള്ള നിങ്ങളെ മക്കളെയും അങ്ങനെയുള്ള വേദികളിലേക്ക് പറഞ്ഞയക്കണം. നിങ്ങളെ ബർക്കത്ത് വേണ്ടേ? ബർക്കത്തില്ല. മകൻക്ക് ജോലിയില്ല എന്നാലാണെങ്കിലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യൂല. പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മഹാന്മാരെ നമ്മൾ മുറുകെ പിടിക്കണം. എന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. കാരണം എന്താണ്? അള്ളാഹു വലുതായി ഇട്ടം വെച്ചവരാണ്. അള്ളാഹുവിനെ സ്വീകരിക്കണം. കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് മജ്‌ലിസിലേക്ക് കടക്കാം. എല്ലാവരും ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി മജ്‌ലിസിൽ പങ്കെടുക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين.
وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إلى حضرة سيدنا وسندنا قطب الرباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفاعي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدين باب السلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحند خواجة معين الدين الجسطي الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه يربدي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا شاه الأميد الناوري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
آمين وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا قطب الزمان جدي باحث زمن الليل كدلندي قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين وإلى حضرة سيدنا وسندنا سيم مدبوري قدس الله سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ വിളിച്ചായിട്ടുള്ള ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അല്ലാഹുവേ മഹാന്മാരായ ഔലിയാക്കളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. റഹ്മാനായ തമ്പുരാനെ അല്ലാഹുവേ ഫാത്തിഹയുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമായ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണമല്ലോ. ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണമല്ലോ. ജീവിതത്തിൽ ഖൈർ നൽകണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. എല്ലാ ശർറുകളും നീ വിദൂരത്താക്കണമല്ലോ. ഖൈർ അല്ലാഹുവേ നീ അടുപ്പിച്ച് നൽകണമല്ലോ. ഖൈറിന്റെ കവാടങ്ങളല്ലോ ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഞങ്ങൾക്ക് നീ തുറന്നിട്ട് നൽകണമല്ലോ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർക്ക് ധാരാളം പ്രയാസങ്ങളും ധാരാളം പ്രതിസന്ധികളും ഉണ്ട് അല്ലാഹു നീ തീർത്ത് നൽകണമല്ലോ. ജീവിത വിജയികളിൽ ചേർക്കണമല്ലോ. ജീവിത വിജയികളിൽ ഞങ്ങളെ നീ ചേർക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിലേക്ക് കടക്കാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി എൻ്റെ കൂടെ ചൊല്ല. ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ, നമ്മളെല്ലാ മജ്‌ലിസിലും നമ്മൾ ചൊല്ലുന്നതായിട്ടുള്ള ദിക്ർ, എപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ദിക്ർ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്ർ, ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്ർ, മിസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം കൂടുന്നതായിട്ടുള്ള ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു
لا إله إلا الله 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 അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് നമ്മൾ ചൊല്ലിയതായിട്ടുള്ള ഈ ദിക്റിനെ അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് ഈ തഹ്ലീൽ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതുമായിട്ടുള്ളതിന്റെ മിസ്ൽ സവാബ് അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവരുടെ ഖബറിടം നീ പ്രകാശിപ്പിക്കണമല്ലോ നീ പ്രകാശിപ്പിക്കണമല്ലോ അല്ലാഹുവേ ഞങ്ങളെ മാതാപിതാക്കൾ ഇന്ന് ഖബറിലാണല്ലോ അല്ലാഹുവേ നീ മഗ്ഫിറത്ത് കൊടുക്കണമല്ലോ നീ മർഹമത്ത് കൊടുക്കണമല്ലോ അല്ലാഹുവേ ഖബർ ജീവിതം നീ റാഹത്തിലാക്കണമല്ലോ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കും മരിക്കാനുള്ളതാണല്ലോ ഞങ്ങളും മൗത്താകുമല്ലോ അല്ലാഹുവേ ആ സമയത്ത് മുഖത്ത് ഈമാനിന്റെ പ്രഭ നൽകണമല്ലോ ഖബറിൽ രക്ഷ നൽകണമല്ലോ നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ ഖബറിൽ നൽകണമല്ലോ ഖബറിൽ നൽകണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാ ഹയ്യ യാ ഖയ്യൂം 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 അർഹമുറാഹിമീനായ രാജാ
രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹുവേ നീ ഖബൂലാക്കണം അല്ലാഹ് ഈ സയ്യിദി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ ദിക്റിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരായ ഔലിയാക്കളുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഉപ്പാപ്പമാരുടെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവർക്ക് നീ പ്രയാസങ്ങൾ കൊടുക്കല്ല അല്ലാഹ് നീ വിഷമങ്ങൾ കൊടുക്കല്ല അല്ലാഹ് അല്ലാഹുവേ വിഷമങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറുകളും മുസീബത്തുകളും എല്ലാ ബലാകളും നീ തീർത്തു കൊടുക്കണം അല്ലാഹ് ജീവിത വിജയികളിൽ ചേർക്കണം അല്ലാഹ് കടമുള്ളവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണം അല്ലാഹ് ലക്ഷക്കണക്കിന് കടമുള്ളവര് കോടിക്കണക്കിന് കടമുള്ളവര് അല്ലാഹുവിനെ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണം അല്ലാഹ് അതിന്റെ ത്വരീഖ് നീ എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഈ മജ്ലിസിൽ ചൊല്ലുന്ന അടുത്ത ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം ഇത്നാ 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 അലാ ദീനിൽ ഇസ്ലാം യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ഈ ചൊല്ലിയതായിട്ടുള്ള ദിക്റിനെ നീ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് ജീവിതത്തിൽ ഖൈറുകൾ നൽകണം അല്ലാഹ് ജീവിതത്തിൽ ഖൈർ നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണം അല്ലാഹ് ഇഖ്ലാസ് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് ഇബാദത്തിന് നല്ല ഖുശൂ നൽകണം അല്ലാഹ് നല്ല ഇഖ്ലാസ് നൽകണം അല്ലാഹ് നല്ല ആത്മാർത്ഥത നൽകണം അല്ലാഹ് ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണം അല്ലാഹ് അല്ലാഹുവേ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ് ഞങ്ങളെല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെല്ലാ മുറാദുകളും നീ സഫലീകരിക്കണം അല്ലാഹ് ഈ വലിയതായി മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ കാവലുള്ള ഈ മജ്ലിസിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹ് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് ഞങ്ങളെ ഭാര്യമാർക്ക് നീ വിജയം നൽകണം അല്ലാഹ് അല്ലാഹുവരുടെ ജോലിയിലെല്ലാം നീ ബർക്കത്ത് നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണം അല്ലാഹ് ജോലിയിലെല്ലാം നീ വിജയം നൽകണേ തമ്പുരാനേ സലാത്തുൽ ഫാത്തിഹ ചൊല്ലാം സലാത്തുൽ ഫാത്തിഹ ആത്മാർത്ഥമായി ചൊല്ലാം اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما ولق والخاتم لما سبق ناصر الحق بالحق
والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا
سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم الرحمن الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയതായിട്ടുള്ള ഈ സ്വലാത്തുൽ ഫാത്തിഹയെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശറഫാക്കപ്പെട്ട ആ റൗള ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ് അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സകലമാന പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ജീവിത വിജയികളിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹ് ദുനിയാവിലുള്ള സകലമാന ആളുകൾ ഞങ്ങളെ വെറുത്താൽ ഞങ്ങൾക്കൊരു പ്രയാസവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ വെറുക്കല്ല അല്ലാഹ് നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ നീ ഞങ്ങളെ കൈവിടല്ല അല്ലാഹ് ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ ദുനിയാവിലുള്ള സകലമായ ആളുകൾ ഞങ്ങൾ ഇട്ടം വെച്ചാലും ഞങ്ങൾക്കത് കൊണ്ടൊരു നേട്ടവുമില്ല അല്ലാഹ് നീ ഞങ്ങളെ ഇട്ടം വെക്കണേ അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഞങ്ങളെ നീ വെറുതെയാക്കല്ല അല്ലാഹ് ഈ മജ്ലിസിനെ നീ വെറുതെയാക്കല്ല അല്ലാഹ് നീ വെറുതെയാക്കല്ല അല്ലാഹ് ഇൻഷാ അല്ലാഹ് ഇനി മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ വന്ന കുറച്ച് ദുആ വസിയത്തുകൾ വായിച്ച് നമുക്ക് കൂട്ടമായി ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു ഖബൂലാക്കട്ടെ തങ്ങളുപ്പ എൻ്റെ മോൻ്റെ സ്വഭാവം നന്നാവാൻ ഞാൻ 301 ഫാത്തിഹ ഓതാൻ നിയത്ത് വെച്ചു ഓതുന്നുണ്ട് അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ആ പൊന്നുമോൻ്റെ സ്വഭാവം നീ നന്നാക്കി കൊടുക്കണം അല്ലാഹുവേ സ്വാലിഹീങ്ങളിൽ ചേർക്കണം സ്വാലിഹീങ്ങളിൽ ചേർക്കണം കടങ്ങൾ കൊണ്ട് വളരെയധികം വിഷമത്തിലും ടെൻഷനിലുമാണ് തങ്ങളുപ്പ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കണം അല്ലാഹ് മോന് ഖൈറായ ജോലി വേഗം ശരിയായി കിട്ടാൻ ദുആ ചെയ്യണേ റഹ്മാനുർ റഹീമായ തമ്പുരാനെ ഒരു ഖൈറായ ജോലി എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ് അസുഖങ്ങൾ മാറാൻ ദുആ ചെയ്യണം ഞങ്ങളെ അസുഖങ്ങൾക്കെല്ലാം നീ ആജിലായ കാമിലായ പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ് അസ്സലാമു അലൈക്കും ഞങ്ങളുപ്പാ അല്ലാഹും ജനങ്ങൾ വിട്ടപ്പെടുന്ന കൂട്ടത്തിലാവാൻ ദുആ
ചെയ്യണേ അല്ലാഹുവേ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നവരിൽ അവരെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. മനസ്സിന് സന്തോഷവും സമാധാനം ഉണ്ടാവാൻ, ഭർത്താവിന് സ്നേഹമുണ്ടാവാൻ, മക്കള് സ്വാലിഹീങ്ങളാവാൻ തങ്ങളെ ദുആ ചെയ്യണേ അല്ലാഹുവേ. മക്കളെ സ്വാലിഹീങ്ങളിൽ ചേർക്കണം അല്ലാഹ്. ഭർത്താവിന് നല്ല സ്നേഹം കൊടുക്കണം അല്ലാഹ്. ദുആ ചെയ്യണം. ഞങ്ങളെ കടങ്ങളുണ്ട്, വലിയ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. ദുആ ചെയ്യണേ. എൻ്റെ മക്കൾ നല്ല ഇണയെ കിട്ടാൻ ദുആ ചെയ്യണേ. മക്കൾക്ക് ഹൈറായ സ്വാലിഹത്തായ ഇണകളെ നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ്. തങ്ങളെ എൻ്റെ വാപ്പച്ച ഒരാൾക്ക് ബിസിനസ് ആവശ്യത്തിന് 5 ലക്ഷം രൂപ കൊടുത്തു. അത് കിട്ടാൻ ദുആ ചെയ്യണേ. വലിയ വിഷമത്തിലാണ് അല്ലാഹുവേ. അത് എത്രയും പെട്ടെന്ന് നീ കരങ്ങളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. മക്കൾക്ക് ഹൈറായ കല്യാണം ശരിയാവാൻ വലിയ പ്രയാസത്തിലാണ്, വലിയ ടെൻഷനിലാണ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കിട്ടാൻ ദുആ ചെയ്യണേ. ഓർമ്മ ശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. പരീക്ഷയിലും പരീക്ഷണങ്ങളിൽ നീ വിജയിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. നല്ല വിജയം കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞങ്ങളുപ്പാ എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത ബന്ധം ഒഴിവായി കിട്ടാൻ ഞങ്ങളുപ്പാ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ. എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ആ വിധത്തിലുള്ള പ്രശ്നങ്ങളും നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും ഹസ്നാവാൻ ദുആ ചെയ്യണേ. എല്ലാ ഹലാലായ മുറാദും നീ ഹസ്നാക്കി കൊടുക്കണം അല്ലാഹ്. തങ്ങളുപ്പാ എനിക്കൊരു വീടുണ്ടാവാൻ പ്രത്യേകമായി ദുആ ചെയ്യണേ അല്ലാഹുവേ. ഖൈറായ ഒരു ഭവനം എത്രയും പെട്ടെന്ന് നീ അടുപ്പിച്ച് കൊടുക്കണം അല്ലാഹ്. കുടിമാറാൻ പ്രത്യേകം ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. മോൾക്ക് പഠനത്തിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ ദുആ ചെയ്യണേ. എൻ്റെ മോൻക്ക് ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. തങ്ങളുപ്പാ എൻ്റെ ഭർത്താവ് രണ്ടാഴ്ചയായി ഫോൺ വിളിക്കാൻ ദുആ ചെയ്യണേ. കടങ്ങൾ വിടാൻ ദുആ ചെയ്യണേ. എൻ്റെ മകളുടെ രാത്രി ബെഡിൽ മൂത്രമയിക്കുന്നത് നിൽക്കാൻ ദുആ ചെയ്യണേ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. തങ്ങളുപ്പ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഒരുപാട് വിഷമത്തിലാണ്. ദുആ ചെയ്യണേ. വിഷമങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. ഒരു ആൺകുട്ടി ഉണ്ടാവാൻ ദുആ ചെയ്യണേ. ഹലാലായ മുറാദുകൾ ഹസ്നാവാൻ ദുആ ചെയ്യണേ. മക്കൾ നന്നാവാനും കടങ്ങൾ വിടാനും ദുആ ചെയ്യണേ. വിസിറ്റിങ്ങിലാണ്, വിസ അടിച്ച് കിട്ടാൻ ദുആ ചെയ്യണേ. മക്കൾക്ക് സ്കൂളിലും മദ്രസയിലും നല്ല പഠനം കിട്ടാൻ ദുആ ചെയ്യണേ. ആ മുറാദുകളും ഹസ്നാവാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആവസിയത്തുകൾ എല്ലാവരുടെയും ഹലാലായ മുറാദിനെ നീ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. ധാരാളം ആളുകൾക്ക് പല മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, മുറാദുകൾ നീ ഹാസിലാക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൂട്ടമായി ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു സ്വീകരിക്കട്ടെ. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ,
അടിമകളായി ഞങ്ങൾ യജമാനനായി നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാ, നീ ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാ, നീ ഹൈബാക്കി തട്ടിക്കളയല്ല അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാ. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാ, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാ ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാ, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാ. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അവരെ മുറാദ് അല്ലാ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാ. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാ, ജോലി ഉള്ളവർക്ക് അല്ലാ അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ സ്വഭാവങ്ങളെ നീ നന്നാക്കണേ അല്ലാ, അവരെ ജീവിതത്തിൽ ഐക്യം നീ പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ, റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റല്ലേ അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ലേ അല്ലാ, നീ കൊടുക്കല്ലേ അല്ലാ. റൗഡികളാക്കല്ലേ അല്ലാ, തമ്മാടികളാക്കല്ലേ അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ, ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട്. തങ്ങളെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങളെ അല്ലാ നീ തട്ടി മാറ്റല്ലേ അല്ലാ, അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ
ചെയ്യണേ അല്ലാഹ്, നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാഹ്. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാഹ്. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാഹ്. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹ്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാഹ്, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ അല്ലാഹ് ഒരു രോഗവും നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ അല്ലാഹ്. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ്, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്, അവർക്ക് കൊടുക്കല്ല അല്ലാഹ്, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എൻ്റെ ദ്വീപുകാരൻ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ് ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്, അവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്, നീ
മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹ് അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്. ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്. 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. സ്വർഗ്ഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണ ചമ്മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് ഇതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണം അല്ലാഹ്. ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഖബറിൽ കൂട്ടാളിയാക്കണം അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ അല്ലാഹ്. വിശാല നൽകണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. നിങ്ങളെ വീടിന്റെ ഉമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. നിന്റെ മലാക്കന്മാരുടെ സഹായം ഖബറിൽ നൽകണേ അല്ലാഹ്. നീ നൽകണേ അല്ലാഹ്. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്. ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം 2 കണ്ണുകൊണ്ട് കാണാൻ ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ഏറ്റവും ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമി സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.